തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും പ്രബുദ്ധരാണെന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരു സ്ത്രീക്ക് പ്രതിഷേധം വീണ്ടും ആളുകളിലേക്ക് അവർ ഓൾറെഡി എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ വീണ്ടും ആളുകളിലേക്ക് എത്തിക്കാൻ അവർ ഇതേ പർദ്ദ തന്നെ ധരിച്ച് എത്തേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അത് ഈ നമ്മുടെ നാട്ടിൽ അതായത് ആ സംഘടനയ്ക്കുള്ളിൽ ഇപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ ആ പ്രതിഷേധം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു സംഘടനയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന സമയത്ത് അവരതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ഇതാണ് ആ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ സംഘടനയിൽ നിന്ന് തന്നെ ഒരു ഇരവാദം ഉയർത്തി ഒരു സ്ത്രീ മുന്നോട്ട് വരുമ്പോൾ അവരുടെ പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അതിൻ്റെ ഗൗരവതലം വേറൊരു തലത്തിൽ എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ സാന്ദ്രയ്ക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന ഒരു സംഘടന ഇത്തരത്തിലൊരു വിഷയം പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഉയർത്തുമ്പോൾ ആ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അവർ മത്സരിക്കാൻ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് വേണ്ടത്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പോരാട്ടം കടുപ്പിക്കുകയാണ് സാന്ദ്ര തോമസ്. സംഘടന അടക്കി വാഴുന്നവർക്കെതിരെ തെരഞ്ഞെടുപ്പിലൂടെ പരസ്യപ്പോരിന് ഇറങ്ങിയിരിക്കുകയാണ്. തുറിച്ചുനോട്ടങ്ങളെ ചെറുക്കാൻ പർദ്ദയുടെ മറവിലെത്തിയ സാന്ദ്ര തന്റെ പ്രതിഷേധം വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. സാന്ദ്രയുടെ പ്രതിഷേധം ഒറ്റപ്പെട്ടതോ അതോ പലരുടെയും പ്രതിഷേധ ശബ്ദം പുറത്തു വന്നത് സാന്ദ്രയിലൂടെയോ? ഈ വിഷയമാണ് ഇന്നത്തെ വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. കുറച്ച് പേരുടെ ഒരു 10-15 പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണിത്. അത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരികളാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട്. മാത്രവുമല്ല നമ്മളൊരു പാനലായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത്. ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് റെഗുലർ മെമ്പറിനും 3 സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ ഇവിടുത്തെ കീ പോസ്റ്റിൽ മത്സരിക്കാം എന്ന് കൃത്യമായി ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ നാമനിർദ്ദേശ പത്രികയുടെ കൂടെ തന്നെ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധത്തിനൊരു വലിയ മാനമുണ്ട്. അപ്പോൾ നമുക്കറിയാം, മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അരങ്ങിലൊന്ന്, അണിയറയിലൊന്ന്, വെള്ളിത്തിരയിൽ മറ്റൊന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ വെള്ളിത്തിരയിലെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. പക്ഷേ അരങ്ങിലും അണിയറയിലും നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് വരുന്ന ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതും മലയാള സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതുമൊക്കെയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ അമ്മയിലെ നേതൃത്വം പിരിച്ചുവിട്ടതും പിന്നീട് അവിടേക്ക് ആ നേതൃത്വത്തിലേക്ക് പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാൻ അവർക്കിടയിൽ പോലും ഒരു അഭിപ്രായ രൂപീകരണം എത്തുന്നില്ല. ആ രീതിയിലാണ് വലിയ മത്സരം വരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വനിതകളടക്കം മത്സരിക്കാനെത്തുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ അത്തരത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാകുന്നതും വനിതകൾ വരുന്നതും സ്വാഭാവികവുമാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണ്. ആ രീതിയിൽ സാന്ദ്ര തോമസ് പ്രതിഷേധിക്കുമ്പോൾ നമുക്കറിയാം, നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറയുന്നത് സിനിമ പോലൊരു വലിയ വ്യവസായത്തിൽ സാമ്പത്തികമായി വളരെ പ്രബലമായൊരു സംഘടനയാണ്. അപ്പോൾ സാന്ദ്രയുടെ പ്രതിഷേധം ഒറ്റപ്പെട്ടതാണോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റപ്പെട്ടതാണോ അതോ പലരുടെയും ശബ്ദം സാന്ദ്രയിലൂടെ പുറത്തു വന്നതാണോ? അത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് പർദ്ദയിട്ട് തുറിച്ചുനോട്ടത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ കവചം എന്നാണല്ലോ സാന്ദ്ര എപ്പോഴും ആ പ്രതിഷേധത്തിന് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും പ്രബുദ്ധരാണെന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരു സ്ത്രീക്ക് പ്രതിഷേധം വീണ്ടും ആളുകളിലേക്ക് അവർ ഓൾറെഡി എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ വീണ്ടും ആളുകളിലേക്ക് എത്തിക്കാൻ അവർ ഇതേ പർദ്ദ തന്നെ ധരിച്ച് എത്തേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അത് ഈ നമ്മുടെ നാട്ടിൽ അതായത് ആ സംഘടനയ്ക്കുള്ളിൽ ഇപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ ആ പ്രതിഷേധം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ നമ്മുടെ നാട്ടിലുള്ള മറ്റ് സംഘടനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ കുറേ കൂടി കൂടുതലുണ്ട്. ഇപ്പോൾ അമ്മയിലാകട്ടെ മറ്റുള്ള ഏത് സംഘടനകളിലായാലും സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുണ്ട്. പക്ഷേ ഇത് അമ്പിളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായിട്ടൊക്കെയുള്ള ഒരു ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അവിടെ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്.
ആ ഇടത്താണ് അത് നേരത്തെ തന്നെ സാന്ദ്ര പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്, പുരുഷ കേന്ദ്രീകൃതമാണ്, നമുക്ക് അല്ലാതെ തന്നെ അറിയാം. പക്ഷേ അവിടെ ഇവർക്ക് പലതരത്തിലുള്ള ലൈംഗികമായിട്ടായാലും അവർ തുറിച്ചുനോട്ടങ്ങളുടെ ഭയന്നാണ് ആ പർദ്ദ തന്നെ ഇട്ടത്. അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പലകുറി പറഞ്ഞതാണ്. അത് കേസായിട്ടുണ്ട്. ആ സംഘടനയിലുള്ള 4 പേർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ കോടതിയുടെ മുന്നിലാണ്. അതിലെന്താണ് വാസ്തവം എന്നുള്ളതൊക്കെ അത് കോടതിക്ക് അവിടെ നിയമപരമായിട്ടുള്ളതാണ്. അത് അവർ അതിൽ തീരുമാനമൊക്കെ എടുക്കും. പക്ഷെ ഇപ്പോഴും അവരുടെ ഈ പ്രതിഷേധം, ഒരു സംഘടനയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന സമയത്ത് അവരതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ഇതാണ് ആ സംഘടനയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. തുറിച്ചുനോട്ടങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലൈംഗികമായി പലരും അധിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയാണ്. അത് പല രീതിയിലാണത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരുടെ സിനിമയ്ക്ക് തിയേറ്റർ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ പരാതി പറഞ്ഞു കഴിയുമ്പോൾ അവർ ഈ സംഘടനയുടെ അച്ചടക്കം ലംഘിച്ചെന്ന് കാട്ടി അവരെ പുറത്താക്കുക. പക്ഷെ അവർ ഈ പരാതി പറഞ്ഞ ആളുകളൊക്കെ ഈ സംഘടനയുടെ തലപ്പത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതിഷേധിക്കുന്നവരെ എതിരെ അവരെ കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് എപ്പോഴും ഒരു സംഘടനയുടെ മികച്ച പ്രവർത്തനത്തിനൊക്കെ ഒരു ആശാസ്യകരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് ഈ അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ അത് നിശ്ചലമാക്കുക എന്നുള്ളതാണ്. അത് പല രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുകൾ. അപ്പോൾ അത് ഈ സാന്ദ്രയുടെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് സംഘടനയുടെ അകത്തു നിന്നും പിന്നെ അവർ പുറത്ത് അവരുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതാണ്. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് സാന്ദ്ര വളരെയധികം ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നലെ അവർ പർദ്ദ ധരിച്ചെത്തിയപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് തനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ദുരനുഭവം ആരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടായിട്ടുള്ളത് അവർ തന്നെ ആ നേതൃസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു, അവർ തന്നെ ആ സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നു. അപ്പോഴും സാന്ദ്രയെ എല്ലാ അർത്ഥത്തിലും അപഹസിക്കാനും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കാനുമാണ് ആ സംഘടനയിലുള്ള എല്ലാ ആളുകളും ശ്രമിച്ചിട്ടുള്ളത്. ഇന്നലെയും അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉയർത്തുന്ന ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടാൻ ആ സംഘടനയിൽ നിന്ന് തന്നെ ആരെങ്കിലും മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷെ അത്തരത്തിലൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് 2 വേർഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഈ അസോസിയേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തികമായി പരസ്പരം പോരാടുന്ന ഒരാളുടെ ശരി ആരുടെ ഭാഗത്താണ് അല്ലെങ്കിൽ തെറ്റാരുടെ ഭാഗത്താണ്, ന്യായത്തിൻ്റെ സാധ്യതകളൊന്നും നമുക്ക് വിലയിരുത്താനോ അല്ലെങ്കിൽ വായിക്കാനോ ഒന്നും വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ സംഘടനയിൽ നിന്ന് തന്നെ ഒരു ഇരവാദമുയർത്തി ഒരു സ്ത്രീ മുന്നോട്ട് വരുമ്പോൾ അവരുടെ പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അതിൻ്റെ ഗൗരവതലം വേറൊരു തലത്തിൽ എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും സാന്ദ്ര പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ അവരുടെ ബൈറ്റ് എടുത്തപ്പോൾ അവർ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ കൂടെ ഒരു പാനൽ ഉണ്ടാകുമെന്നാണ്. ഈ ഷീലു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നൊക്കെയുള്ളൊരു സൂചനകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഒറ്റപ്പെട്ടതല്ല. കാരണം ഈ കുറേ കാലങ്ങളായി ഈ സംഘടന പലരും കൈയടക്കി വെക്കുകയാണ്. അവിടെ ഒരു അപ്രമാദിത്യം, ചില ആളുകളുടെ ഒരു അപ്രമാദിത്യം, ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ കേൾക്കുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നത് വിനയൻ്റെ ഉൾപ്പെടെ സപ്പോർട്ടുണ്ടെന്നാണ് സാന്ദ്ര തന്നെ പറയുന്നത്. അപ്പോൾ തീർച്ചയായും പലരുടെയും ശബ്ദം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിലൂടെ പുറത്തു വരുമെന്നതാണ്. ഈ പ്രത്യേകിച്ച് ഈ സാന്ദ്ര തോമസ് ഉയർത്തിയ പല വിഷയങ്ങളിലടക്കം. ഇത് മാത്രവുമല്ല, ഇത് ഈ നേരത്തെ തന്നെ ഈ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാം, ഈ അമ്മ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിനെ പറ്റി അത്രയധികം ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സാന്ദ്രയുടെ ഇന്നലത്തെ ആ ഒരു വരവ്, പർദ്ദയിട്ടുള്ള വരവ്, പിന്നെ അവർ മുൻപ് ഉയർത്തിയ ആരോപണങ്ങളൊക്കെ വീണ്ടും അവർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വരും ദിവസങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാന്ദ്രയെ പിന്തുണച്ച് എഴുത്തുകാരി KR മീര ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരും. ഒപ്പം തന്നെ ഈ സാന്ദ്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്ര പേര് വരും, അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പ്രതികരിക്കുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് വരേണ്ടതും. കാരണം പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ സാന്ദ്രയ്ക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന ഒരു സംഘടന ഇത്തരത്തിലൊരു വിഷയം പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഉയർത്തുമ്പോൾ അവർ മത്സരിക്കാൻ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ സാന്ദ്രയുടെ ശബ്ദം ഒറ്റപ്പെട്ടതല്ല, പലരുടെയും ശബ്ദം സാന്ദ്രയുടെ ശബ്ദത്തിലൂടെ പുറത്തു വന്നതായിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തിരഞ്ഞെടുപ്പ് പറയുന്നത് പോലെ തന്നെ നമ്മുടെ അമ്മയുടെ കാര്യവും പറയേണ്ടതുണ്ട്. ഇവിടെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വനിതകൾ വളരെ കുറവാണ്. പക്ഷേ
നേരെ തിരിച്ച് അമ്മയിലാണെങ്കിൽ അവിടെ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾ മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷവും തുടർന്നുണ്ടായ സംഭവ വികാസം പുതിയ പ്രവണതയാണ്. അതെ, തീർച്ചയായും അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ വളരെ ക്രൂഷ്യൽ സ്റ്റേജിലാണ് ഇപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം പോകുന്നത്. കാരണം ഭാരവാഹികളൊക്കെ പോയതിന് ശേഷം പുതിയൊരു നേതൃത്വം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീകൾ കൂടുതലായി മത്സര രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു വിഭാഗം പ്രബലർ ഈ ഒരു വശത്ത് അങ്ങനെ ആ ഒരു രീതിയല്ല, മറിച്ച് ചിതറി കുറച്ച് പേർ മത്സരിക്കുന്നു. അതിലാര് മുന്നോട്ട് വരും എന്നുള്ളതാണ്. മോഹൻലാൽ ഇല്ല എന്ന് പറഞ്ഞു, മമ്മൂട്ടി ഇല്ല, നേരത്തെ തന്നെ മരിച്ചുപോയ ഇന്നസെൻ്റ് ഒക്കെ ആയിരുന്നു ഇതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവരൊന്നും, ഈ തലപ്പൊക്കമുള്ള ആളുകളൊന്നും ഇല്ല. അപ്പോൾ ഈ അമ്മയെ മുന്നോട്ട് നയിക്കാൻ ഇനി ആര് വരും? അത് കൂടുതൽ സ്ത്രീകൾ എത്തുമ്പോൾ അത് കുറച്ചും കൂടി ആ സംഘടനയ്ക്കകത്ത് അത് നല്ലൊരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജനാധിപത്യ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ എതിർ ശബ്ദങ്ങളെ, പ്രത്യേകിച്ച് അത് സ്ത്രീ ശബ്ദമാകുമ്പോൾ അടിച്ചമർത്തുന്ന രീതി, ഒറ്റപ്പെടുത്തലും ലൈംഗിക അധിക്ഷേപവും ഒക്കെ ആകുന്നത് ഒട്ടും ആശാസ്യമല്ല. ഉടച്ചുവാർക്കലുകൾ ഉണ്ടാകട്ടെ, എതിർ ശബ്ദങ്ങളെ കൂടി ഉൾക്കൊണ്ട് പോകാൻ കഴിയും വിധം ഫലം കാണട്ടെ ഈ പ്രതിഷേധങ്ങളെല്ലാം.